ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു സുപ്രഭാതം. ഇതിപ്പോൾ സമയം 4:45 കാണും. കാരണം എനിക്ക് 5 മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്കുള്ള ബസ്സുള്ളത്. അപ്പോൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ടൈം ആയപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് നേരെ ബസ് സ്റ്റോപ്പിൽ പോയത്. പിന്നെ അവിടെ ചെന്ന് നേരെ വീട്ടിലേക്കുള്ള ബസ്സും കിട്ടുകയും ചെയ്തു കേട്ടോ. സാധാരണ അച്ഛനാണ് എന്നെ കൊണ്ടുവരാൻ വരാറ്, പക്ഷേ ഇന്ന് അമ്പലത്തിൽ ഉത്സവമായ കാരണം എല്ലാവരും അവിടെയാണ്. പിന്നെ ഞാനൊരു ധൈര്യശാലായതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ 6 മണിക്ക് ഇത്ര ഇരുട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു 10 വട്ടം അമ്മനെ വിളിച്ചെങ്കിലും ഫോൺ കൊണ്ടുപോകണ്ട പോയെന്ന് തോന്നുന്നു, അവരെടുത്തില്ല. പിന്നെ ഞാൻ ട്രെയിനിൽ കയറുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു ബണ്ണ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിച്ചിട്ട് എനിക്ക് രാവിലെ ആയപ്പോഴേക്കും വിശന്ന് വയ്യാണ്ടായി. പിന്നെ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഞാൻ അത്ര ധൈര്യപൂർവ്വം വാങ്ങി കഴിക്കാൻ നിന്നില്ല. കാരണം ഒരു വട്ടം വാങ്ങി കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എന്നും വീട്ടിലിരിപ്പ് തന്നെയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഒരു ധൈര്യത്തിന് വേണ്ടി ഞാൻ കുറേ ക്യാൻഡി എന്ന് വിളിച്ചു. അവൻ കമ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. അവൻ വിചാരിക്കുന്നുണ്ടാവും രാവിലെ തന്നെ വന്ന് എൻ്റെ ഉറക്കം കളയാനായിട്ടെന്ന്. എന്ത് ചെയ്യാനാ, വന്നുപോയില്ലേ ഞാൻ. എന്നാലും ക്യാനെ കുറേ നിർബന്ധിച്ച് കുറേ സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷം ഞാൻ നേരെ പോയി കുളിച്ചു. കാരണം വിശന്നിട്ട് പാടില്ല. പിന്നെ എത്ര നേരം ഇരുന്നുകൊണ്ട് പിന്നെ വൃത്തിയാവണ്ടേ. പിന്നെ നേരെ പോയി കുളിച്ച് വൃത്തിയായി വന്ന് ഫുഡ് എണീറ്റ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അമ്മനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തി എന്നുള്ളത്. അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തിയെന്ന്. ഇപ്പം നമ്മൾ ഹോസ്റ്റലിൽ തിരിച്ച് ചെല്ലുമ്പോൾ നമുക്ക് അടുക്കളൊക്കെ ഒന്ന് ഫുള്ളായിട്ട് പരിശോധിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കുറവാണ്. അപ്പം എല്ലാവരും പരിശോധിച്ചു. അപ്പം എനിക്ക് നഗ്നസക്തം മനസ്സിലായി, വീട്ടിലൊന്നുമില്ല. ആകെ കുറച്ച് നട്ട്സ് ഇരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഒരു കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അത് മുഴുവൻ എല്ലാം പറക്കി കൂട്ടിയിട്ട് അത് മുഴുവൻ പറക്കി തിന്നു. ഇത് ഞാൻ തന്നെയാണ് ഗൈസ്, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫുഡൊന്നും വേറെ കിട്ടാത്തതിൻ്റെ ഒരു മ്ലാനതയിലാണ് ഞാൻ. രാവിലെ തന്നെ മധുരം കഴിക്കാമെന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ വല്ല സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും കറി കൂട്ടി എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചേ പറ്റൂ, അത്യാവശ്യം എരിവുള്ളത്. അപ്പോൾ അടുക്കളയിൽ കയറിയപ്പോൾ ഞാൻ ബിരിയാണി റൈസ് കണ്ടു. അപ്പോൾ ഞാൻ ടൊമാറ്റോ റൈസും പിന്നെ ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കി. ആ ഒരു പൊട്ടറ്റോ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഒരു 9 മണി 10 മണി ആയപ്പോൾ അമ്മ വന്ന് എനിക്ക് മറ്റേ ഇഡ്ഡലിയും സാമ്പാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ചാൽ നേരെ പുറത്തേക്ക് പോകണം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉത്സവം കൂടാൻ പറ്റില്ല. അപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ കീ തപ്പി നടക്കായിരുന്നു. ഇവരാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ വീട് മുഴുവൻ ചകപുക തപ്പിയിട്ട് കണ്ടുപിടിച്ചു ലാസ്റ്റ്. എന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പോയത് പ്രകൃതി രമണീയമായൊരു ഫാമിലേക്കാണ് ഗൈസ്. അപ്പോൾ ഈ ഫാമിലേക്ക് ഞാൻ മുമ്പ് 10th പഠിക്കുമ്പോൾ വന്നിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ ഈ സാധനത്തിന് മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ സിംഹത്തിനും കട്ടിയുടെ മേലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു സാഹസിക മനസ്കഥ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ നേരെ വീണ്ടും പോയി കയറി. പക്ഷെ ഞാനൊരു മുട്ടിയിട്ട് പോയ കാരണം എനിക്ക് അതുമൊന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് പാടുപെട്ടു. പിന്നെ എൻ്റെ കൂടെ വന്നവർ എന്നെ ഒറ്റയ്ക്കാക്കി പോയതുകൊണ്ട് ഞാൻ നേരെ അതുമൊന്ന് പൊത്തിപ്പിടിച്ച് സാഹസികമായി ഇറങ്ങി ഞാൻ നേരെ അവരെ തപ്പി പോവാണ്. എന്താ അവിടെ കുറേ ചെടികളുണ്ട്, പിന്നെ മറ്റേ ഒട്ടകോ അങ്ങനത്തെ എന്തൊക്കെയോ കുറേ ജീവികളും ഉണ്ടായിരുന്നു. പിന്നെ കുതിര ഉണ്ടായിരുന്നു. കുതിര സവാരിക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ കിളീനെ കുറച്ച് നേരം വെറുപ്പിച്ചു. ആള് നിസ്സാരക്കാരനൊന്നുമല്ല, ഞങ്ങൾ നല്ല രീതിക്ക് വെറുപ്പിച്ചിട്ടുണ്ട് അത്. പിന്നെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കി നടന്നു ഞങ്ങൾ. ഞാൻ മുമ്പ് വന്നിരുന്ന ടൈമിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ മറ്റേ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. മറ്റേ കുഞ്ഞി തോട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൈക്കിളിൽ ചവിട്ടുമ്പോൾ ചവിട്ടിട്ട് ബോട്ടിൽ പോകാൻ പറ്റും. ആ സംഭവത്തിന് പോയിട്ടുണ്ടായിരുന്നു. സംഭവം ആകെ ഒരു സ്ക്വയർ പോലത്തെ സ്ഥലത്തിലാണ് ഈ തോട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നഷ്ടമാണ് ശരിക്കും, പക്ഷെ രസമല്ലേ. പിന്നെ അവിടെയുള്ള കുട്ടികളുടെ പാർക്കിൽ ഞങ്ങൾ അനധികൃതമായി കടന്നു കയറി അവിടെയുള്ള സാധനങ്ങളിലൊക്കെ ആടി. അവിടുത്തെ ആൾ വന്നിട്ട് മതി നിർത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങളുടെ സാഹസികതകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. അപ്പം ഞങ്ങൾ നേരെ പോയി ചായക്കടയിൽ പോയിട്ട് ബദാം മിൽക്ക് കുടിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ ചേച്ചിനെ അവിടെ നിന്ന് കൂട്ടി നേരെ വീട്ടിൽ പോയിട്ടു. ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ച ഫുഡ് പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്വിഷ്വാൻ നൂഡിൽസും പിന്നെ മറ്റേ പനീർ എന്തോ ബട്ടർ കറിയും അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെന്താ, പിന്നെ ഒരു ചോക്ലേറ്റ് പോലത്തെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ച്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഞാനും ചേച്ചീനെ കുത്തി പൊക്കി ഞാൻ ബീച്ചിൽ കൊണ്ടുപോയി. ഞാൻ കുറേ പറഞ്ഞ ഞാൻ ഓടിക്കാന്ന്, പക്ഷെ എന്താ പറയുക, പേടി എനിക്കല്ല അവൾക്ക്. ആർക്കായാലും ജീവനുള്ളൊരു കൊതി ഉണ്ടാവില്ലേ, ആ കൊതിയുള്ളതുകൊണ്ട് ഞാനാ പറഞ്ഞത് അവളോട് ഓടിച്ചോളാൻ. പിന്നെ ഈ ബീച്ചിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിട്ട്. പക്ഷെ അന്ന് ഇത്രയ്ക്കൊന്നും ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറേ സാധനങ്ങൾ വേറെ എക്സ്ട്രാ വന്നു. അപ്പം അതിലൊരു സാധനമാണ് ഇത്, ഒരു കുഞ്ഞ് ലൈറ്റ് ഹൗസ്. അപ്പം അതിൻ്റെ മേലെ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് അവിടുത്തെ വ്യൂ കാണാമെന്ന് വെച്ചാൽ. അപ്പം അത് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ. എൻജോയ് ദ പീസ്ഫുൾനെസ് ഓഫ് ദി സീ. പലരും ചെല്ല് കാണൂ.
പിന്നെ ആ ലൈറ്റ് ഹൗസിൻ്റെ മേലെ ഞാൻ വീഡിയോ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ ആ മറ്റേ കുഞ്ഞി പാർക്ക് ശ്രദ്ധിച്ചാൽ അവിടേക്ക് ഞാൻ കടന്നു കയറാൻ ശ്രമിച്ചെങ്കിലും അവിടുത്തെ പിള്ളേർ എന്നെ കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിച്ച് എന്നെ പുറത്താക്കി. നമ്മൾ വിട്ടുകൊടുക്കോ? ഇല്ല, വിട്ട് കൊടുക്കരുത് നമ്മൾ. ഞാൻ അവിടെ താഴങ്കടി ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ മണ്ണൊക്കെ വാരിക്കൂട്ടി കളിച്ചു. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ മേത്ത് ചെളിയാക്കുന്നത് വളരെ എന്തുകൊണ്ടും നല്ലതാണ്. അതിസാഹസികമായി ഞാൻ അവിടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് വീടുണ്ടാക്കി പകുതിയല്ല അത്യാവശ്യം പൂർണ്ണ രൂപത്തിലെത്തിയപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് ഒരു വലിയ തിര വന്ന് ഫുള്ളായിട്ട് ഞങ്ങൾ ഒലിപ്പിച്ച് കളഞ്ഞു. പക്ഷെ കൺസ്ട്രക്ഷൻ സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ട് തകർന്ന് വീണില്ല അത്. പിന്നെ മതിലിൻ്റെ പണി പകുതി വെച്ചാൽ നിർത്തി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. വീട്ടിൽ കയറി വരുന്ന വഴിയിൽ ഞാൻ പാനിപ്പൂരി കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പാനിപ്പൂരി കഴിക്കണമെങ്കിൽ നേരത്തെ പോയാലാണ് നമുക്ക് നടക്കുള്ളൂ എന്ന് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് വേഗം ഇറങ്ങി. പോണ വഴിയിൽ പട്ടൊക്കെ പറപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാനും പണ്ട് കുറേ പറപ്പിച്ചിട്ടുള്ളതാണ് പട്ടൊക്കെ. പിന്നെ പോണ വഴിയിൽ മറ്റേ കുതിര സവാരി അല്ല, മറ്റേ ആളുടെ കുതിര ആൾ വന്ന് തന്നെ ഒടിപ്പിക്കുന്നു. അങ്ങനെ കണ്ടു ഞങ്ങൾ. പിന്നെ ഒരു ഇത്തയുടെ കടയിൽ വന്നിട്ട് ഞങ്ങൾ പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഇത്തയാണെന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ കട്ട് ഫ്രൂട്ട്സും തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? പുള്ളിയാണോ? അതിസാഹസികമായി പാനിപ്പൂരി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കൂടെ വർത്താനം പറഞ്ഞു തൊണ്ടയിൽ കൂടി ചത്തുപോയാൽ ഞാൻ പാനിപ്പൂരി കഴിച്ച്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും അങ്ങനെ തന്നെ തിരിച്ച് ചെയ്യാറ്. വയൽ വെക്കുമ്പോഴേക്കാൻ എങ്ങനെയുണ്ട് ചോദിക്കാറുണ്ട്. പിന്നെ നേരെ ആ സംഭവം പാനിപ്പൂരി മുഴുവൻ ഇരുന്ന് കഴിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നീങ്ങാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞ എന്ത് സുഖാന്നറിയോ ചേച്ചിമാരുടെ ചിലവിൽ നിന്ന് നടക്കാൻ. ഞാൻ കുറേ പറഞ്ഞു നമുക്ക് വൈമാളി പോവാന്ന്. സമ്മതിച്ചില്ല അവൾക്കറിയാം ചിലവാന്ന്. വൈമാളിക്ക് ലെഫ്റ്റ് ആയിരുന്നു, ഞങ്ങൾ റൈറ്റ് എടുത്ത് നേരെ വീട്ടിലേക്ക് പിടിച്ചു. ഹൈവേയുടെ പണി നടക്കണ കാരണം റോഡിലത്തെ സൈഡിലത്തെ ഫുള്ള് സാധനങ്ങൾ പോയിട്ട് കട മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു, നല്ല ബിരിയാണി വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ നിർത്തി. ഞങ്ങളത് അവിടെ ബിരിയാണിയും പറഞ്ഞ് ഇരിപ്പായി. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു, കുറച്ച് ടൈം എടുത്ത് ബിരിയാണി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് 3 ഐസ്ക്രീമും വാങ്ങിച്ച് പോകുന്നു ഞങ്ങൾ വീട്ടിലേക്ക്. പിന്നെ കുറേ നേരമായില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ട്. അപ്പോൾ പിന്നെ ക്യാൻറ്റീക്ക് ഞങ്ങളെ കണ്ടപ്പോൾ അതിയായ സന്തോഷമായിരുന്നു. അപ്പോൾ സന്തോഷ പ്രകടനമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ 2 പേരുടെ അടുത്ത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങൾ ബിരിയാണി കഴിച്ചു. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ബിരിയാണി കഴിച്ചതിന് ശേഷം നേരെ ഐസ്ക്രീം പോയി കൊടുത്തു. പക്ഷേ അതിൻ്റെ വീഡിയോ ഇല്ലാന്ന് തോന്നുന്നുണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നുണ്ടായിരുന്നു. നല്ല അച്ചാറും മറ്റേ സാധനവും സെർലാസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷോപ്പിങ്ങിന് വൈമാളിൽ കൊണ്ടുപോകാത്തതിൻ്റെ വിഷമം ഈ ബിരിയാണിയിൽ അങ്ങോട്ട് ഞാൻ കടിച്ചമർത്തി ഒതുക്കി. എനിക്ക് കാണുമ്പോൾ ഞാൻ ഒരെണ്ണം ഫുള്ള് കഴിക്കണം എന്നുണ്ട് എനിക്ക്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല ഒരെണ്ണം ഫുള്ള് കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്നിൻ്റെ ഹാഫിൻ്റെ അത്രേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയപ്പോൾ എൻ്റെ പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ വീണ്ടും ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത എന്ത് വീഡിയോ വേണമെന്ന് വെച്ചാൽ അത് പറയാം. ബൈ.